നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ ദുരിതക്കയത്തിൽ നിന്നും കരകയറ്റാൻ സർക്കാർ തയ്യാറാക്കിയ പദ്ധതിയാണ് വന്ദേ ഭാരത് മിഷൻ. 1ഉം 2ഉം ഘട്ടം കഴിഞ്ഞ് മിഷൻ ഇപ്പോൾ 3ആം ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴും വിവാദങ്ങൾ ഒഴിയുന്നില്ല. മിഷന്റെ 3ആം ഘട്ടത്തിൽ ഈ മാസം 21-ാം തീയതി ലണ്ടനിൽ നിന്നും കൊച്ചിയിലേക്ക് പ്രഖ്യാപിച്ച പ്രത്യേക വിമാനം പുതിയ ലിസ്റ്റിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നത്. പകരം 18, 24, 30 എന്ന തീയതികളിൽ 3 വിമാനങ്ങളാണ് ഡൽഹി വഴി കൊച്ചിയിലേക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ടിക്കറ്റുകൾ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്നും നേരിട്ടാണ് എടുക്കേണ്ടത്. ബുക്കിംഗ് നടപടികൾ ബുധനാഴ്ച രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. 15-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലേക്കും സർവീസ് ഉണ്ട്. ബുക്കിംഗ് എയർ ഇന്ത്യ വെബ്സൈറ്റിൽ നിന്നും നേരിട്ടാണെങ്കിലും എംബസിയുടെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ബുക്കിംഗ് സാധ്യമാകൂ. OCI കാർഡുള്ളവരിൽ യാത്രാ അനുമതിയുള്ള 4 വിഭാഗക്കാർക്ക് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റൂ. നേരത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവരെ എയർ ഇന്ത്യ അധികൃതർ നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് ടിക്കറ്റ് നൽകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ എംബസി ആർക്കും ഇമെയിൽ അറിയിപ്പുകൾ നൽകുന്നില്ല. പുതിയ മാറ്റത്തിന്റെ കാരണം എന്തെന്ന് ഹൈക്കമ്മീഷൻ വ്യക്തമാക്കുന്നുമില്ല. ടിക്കറ്റ് ബുക്കിംഗിൽ എംബസി പിന്തുടരുന്ന മുൻഗണനാ ക്രമം പാലിക്കാൻ എയർ ഇന്ത്യ വെബ്സൈറ്റിലൂടെ യാത്രക്കാർ പ്രത്യേക സത്യവാങ്മൂലം നൽകണം. ഇതിലെ വിവരങ്ങൾ പരിഗണിച്ചാകും ബുക്കിംഗിന് അവസരം ലഭിക്കുക. ബുക്കിംഗ് ആരംഭിച്ചെങ്കിലും എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ടിക്കറ്റ് ബുക്കിംഗിന് സാങ്കേതിക തടസ്സങ്ങൾ ഏറെയാണെന്ന ആക്ഷേപവും ഇതോടൊപ്പം തന്നെ ഉയർന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.